This is Sugridabadam. So, ഈ ഒരു ഇവന്റ് മോർ കളർഫുൾ ആക്കാനായിട്ട് രണ്ട് സൂപ്പർ കൂൾ പവർഫുൾ ലേഡീസിന്റെ പ്രസൻസും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഹായ് ലിച്ചി, വി വെൽക്കം യു ടുഗദർ. സോ എനിക്ക് തോന്നുന്നു ഇവർ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻസിനാണ് പോവാറുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഈവന്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാലിക്കറ്റ് എത്ര തവണ വന്നിട്ടുണ്ടായിരിക്കും മൊത്തം ഇനോഗ്രേഷൻ ആയിട്ട്? എണ്ണാൻ പറ്റില്ല. ഹായ് കാലിക്കറ്റ്, സുഖാണോ? എല്ലാവർക്കും നമസ്കാരം. എത്ര ഇനാഗ്രേഷൻ കഴിഞ്ഞു ജീവിച്ചു പോക്കോട്ടെ. എന്തായാലും കാലിക്കറ്റ് ഒത്തിരി പ്രോഗ്രാംസിന് വരാനുള്ള ഒരു ദൈവാനുഗ്രഹം എനിക്കുണ്ടായി. അപ്പോഴൊക്കെ എപ്പോൾ വന്നാലും അത്രയും അടിപൊളി വെൽക്കമാണ് എനിക്ക് കിട്ടാറുള്ളത്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. എന്തോ അവിടെ നിന്ന് ആരോ മന്ത്രിക്കുന്നുണ്ടല്ലോ, എന്താണ്? ആ, ഹണി റോസ്കി. ആ, ഓക്കേ, പവർ അങ്ങോട്ട് പോരട്ടെ. കാലിക്കറ്റിന്റെ ആ ഒരു സ്നേഹം കണ്ടല്ലോ അല്ലെ? സോ ഇന്നത്തെ ഒരു ഈവന്റിന്റെ ഭാഗമായിട്ട് വന്നപ്പോ എന്താ പറയാറുള്ളത്? ഒത്തിരി സന്തോഷം നമ്മുടെ ഗോപാലൻ സാറിനെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യം മീറ്റ് ചെയ്യുന്ന എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് എവിടെ വെച്ച് കണ്ടാലും ഏറ്റവും സ്നേഹമായിട്ട് സംസാരിക്കുകയും ഇത്രയും ഒരു അടുപ്പം എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗോകുലം ടീമുമായിട്ട് ഈ ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ജ്വല്ലറി ഞാൻ ഇനാഗ്രേറ്റ് ചെയ്തു, ഒരെണ്ണം. ഒരു ജ്വല്ലറി ആയിട്ടുള്ളൂ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മാത്രല്ല എനിക്ക് തോന്നുന്നു അതെ 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 ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ മേഖലയിലും എന്താ പറയാ പ്രാധാന്യമുള്ള അത്ര വലിയൊരു ബ്രാൻഡാണ് ഗോകുലം. ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പം അവർ നമുക്ക് പറഞ്ഞു തരും ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ എനിക്ക് തോന്നുന്നു അത് തീർത്തും വ്യത്യസ്തമായിട്ട് ആളുകൾ അത് അറിയണ്ട, ഞങ്ങളത് ചെയ്തോളാം, അങ്ങനെയാണല്ലോ പറയുന്നത്. ഇരു ചെവി അറിയരുതെന്നാണ് പറയുന്നത്. അത് ആ വാക്ക് അർത്ഥവത്താക്കുന്ന ഒരു ബ്രാൻഡും ഗോപാലൻ സാറായാലും അദ്ദേഹം എപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് ടൈക്കൂണിനപ്പുറത്തേക്ക് അദ്ദേഹം വളരെ നല്ലൊരു മികച്ച നടനാണെന്ന് 19ാം നൂറ്റാണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു സാറിന്. ഇന്ന് ജന്മദിനമാണ്. അതോടൊപ്പം തന്നെ ഇനിയും ഒത്തിരി വർഷങ്ങൾ ഇതേപോലെ തന്നെ ഇതിലും മിടുക്കനായിട്ട് ആയുർ ആരോഗ്യ സൗഖ്യങ്ങളോടെ ജീവിക്കാനായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഹണി. Over to you, Anna. എന്താണ് വിശേഷങ്ങൾ? ജനങ്ങളുടെ ലിച്ചിക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഗോപാലൻ സാറിന്റെ ഒന്നിലും പാർട്ടായിട്ടില്ല. അവസരം ഉണ്ടല്ലോ അല്ലെ? ഇനി അവസരങ്ങൾ ഒരുപാട് ലഭിക്കുമെന്ന് പ്രതീക്ഷയോടെ ഇവിടെ നിൽക്കുന്നു. ഗോപാലൻ സാർ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സാറിനെ ആദ്യം ഞങ്ങൾ ഒരുമിച്ച് പരിപാടി കൂടിയത് സാറിന്റെ കോഴിക്കോട് തന്നെയുള്ള സാറിന്റെ കോളേജില് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. സാറിനും ഭയങ്കര സന്തോഷമായി. കാരണം എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു, എനിക്കതറിയില്ല. ഡാൻസ് കളിക്കാൻ പറഞ്ഞു, അത് ഒട്ടും അറിയില്ല. എന്നാലും കോളേജിലെ പിള്ളേരൊക്കെ ആയിട്ട് തകർത്ത് കളിച്ചു. അപ്പൊ അന്ന് സാറ് ഒരുപാട് സന്തോഷവും കുറെ ഓഫേഴ്സ് ഒക്കെ എനിക്ക് തന്നായിരുന്നു. സാറ് മറന്നോന്ന് എനിക്കറിയില്ല. അതിനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ പരിപാടി. സത്യം, അന്ന് ചെയ്യാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് സാറിന്റെ ബർത്ത്ഡേ കൂടെ ആണല്ലോ, നമ്മൾ നോ പറയാൻ പാടില്ല. നല്ല ശുഭകാര്യങ്ങൾ അല്ലേ? രണ്ടുപേരും പാട്ട് പാടിയാ സാറിന് സന്തോഷമാവും. അല്ലെങ്കിൽ പാട്ടിട്ട് തരാം, ഡാൻസ് ചെയ്താലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സാർ പിണങ്ങിയോ? ഇനോഗ്രേഷന് വിളിക്കില്ലെന്നോ? അങ്ങനെ പറയല്ലേ സാർ. സാർ പിണങ്ങിന്ന് പറയാൻ പറഞ്ഞു. 86ാമത്തെ സാറിന്റെ ഏറ്റവും വലിയ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ സാർ ഏത് ഏജിലാണ് തുടങ്ങിയ? ഒരുപാട് ഇൻസ്പിറേഷൻ ഉണ്ട്. ഞാൻ ഇപ്പൊ എവിടെ ചെന്നാലും, ചെന്നൈയിൽ ചെന്നാലും എവിടെ ചെന്നാലും ഗോകുലൻ സാറിന്റെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കാണാണ്ടിരിക്കില്ല. നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്കി തന്നെ സാറാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സ്റ്റാറിനെ കൊണ്ടുവന്നതും വളർത്തിയതും ഒക്കെ സാറാണ്. അപ്പൊ അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സാറിന് നേരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുക. അപ്പൊ സാറിന് എല്ലാ ആയുരാരോഗ്യവും നേരുന്നു. ഇനിയും ഇതുപോലെ ഒരുമിച്ച് കോഴിക്കുണ്ടം മണ്ണിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാവർക്കും ഒരു ഉഷാറില്ലാത്തേ? ലവ് യു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരയായ നമ്മുടെ ഹണി റോസിന്റെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരും പറഞ്ഞ പോലെ ഞങ്ങൾ ശത്രുക്കളൊന്നല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഹണി റോസ് എന്റെ ഗൈഡാണ്. എന്തായാലും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ ഒരുപാട് നിങ്ങളെ പോലെ തന്നെ എന്നും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിനെ തന്നെയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. ഹണി തിരിച്ചെന്തേലും പറയാനുണ്ടോ? ആദ്യമായിട്ടാണ് ഞാൻ ഗൈഡാണെന്ന് ഒരാൾ പറയുന്നത്.